हम कोरोना के समय भी एकजुटता से ഇപ്പോഴുള്ള പശ്ചിമേഷ്യയിലെ യുദ്ധവും അതിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളും ലോകമെമ്പാടും വലിയ ചർച്ചയാകുകയാണ്. ഇന്ത്യയിലും ഈ വിഷയത്തിൽ ആശങ്കകളും ചർച്ചകളും ശക്തമാണ്. ഈ സാഹചര്യത്തിലാണ് ലോക്സഭയിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ പ്രത്യേക ശ്രദ്ധ നേടിയത്. പലരും കരുതിയതുപോലെ പുതിയ ലോക്ക്ഡൌൺ വരുമെന്ന സൂചന പ്രധാനമന്ത്രി നൽകിയിട്ടില്ല. പക്ഷേ ലോകത്ത് രൂപപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധികൾ ദീർഘകാലം തുടരാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ രാജ്യം എല്ലാവിധത്തിലും തയ്യാറായി നിൽക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യമായി, യുദ്ധം ഒരിക്കലും മനുഷ്യർക്ക് ഗുണം ചെയ്യുന്നതല്ല. യുദ്ധം തുടരുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് സാധാരണ ജനങ്ങളാണ്. അതിനാൽ എല്ലാ രാജ്യങ്ങളും സമാധാനപരമായ മാർഗം സ്വീകരിക്കണമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. രണ്ടാമതായി, ഇത്തരം പ്രതിസന്ധി കാലങ്ങളിൽ വ്യാജവാർത്തകളും അഭ്യൂഹങ്ങളും പ്രചരിക്കാൻ സാധ്യത കൂടുതലാണ്. ചിലർ ഭയം സൃഷ്ടിച്ച് സാഹചര്യം ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കും. അതിനാൽ ജനങ്ങൾ വളരെ ജാഗ്രതയോടെ വിവരങ്ങൾ വിശ്വസിക്കണം. മൂന്നാമതായി, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ കള്ളവിപണിയും സാധനങ്ങളുടെ കൃത്രിമ ക്ഷാമവും ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കാറുണ്ട്. അതിനാൽ ഇത്തരം പ്രവർത്തനങ്ങൾ തടയാൻ സർക്കാർ ഏജൻസികൾക്ക് കർശനമായ നിരീക്ഷണം നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊറോണ കാലത്ത് നാം ഐക്യത്തോടെ നിന്നു ഒരു വലിയ പ്രതിസന്ധി അതിജീവിച്ചിരുന്നു. അതുപോലെ തന്നെ ക്ഷമയോടെയും ശാന്തതയോടെയും ഐക്യത്തോടെ നിന്നാൽ ഇപ്പോഴുള്ള വെല്ലുവിളികളെയും നമുക്ക് നേരിടാൻ കഴിയും എന്നതാണ് പ്രധാനമന്ത്രി നൽകിയ സന്ദേശം. അതിനാൽ ഭയപ്പെടേണ്ട സാഹചര്യമല്ല ഇപ്പോൾ, പക്ഷേ ജാഗ്രതയോടെയും തയ്യാറെടുപ്പോടെയും മുന്നോട്ടു പോകേണ്ട സമയമാണ്.